ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബി വീട്ടിൽ നടക്കുന്നത് പുതിയൊരു ടാസ്ക് ആണല്ലോ. അതായത് മാരത്തോൺ ഡാൻസ് പ്രോഗ്രാമാണ് നടക്കുന്നത്. നമ്മുടെ സിനിമയിലുള്ള വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അതിലേറ്റവും നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മുടെ ആര്യൻ തന്നെയാണ്, അതുപോലെ തന്നെ അനുമോളും. പക്ഷേ ഇവിടെ ഇത്രയും പേരെ ഇങ്ങനെ ഭംഗിയിലൊരുക്കാൻ അധികം മെനക്കെട്ടത് അനുമോൾ തന്നെയാണ്. അനുമോൾ അത് നല്ല രീതിക്ക് അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷേ ഒരൊറ്റ കുട്ടികളും അവിടെ നന്ദി എന്നൊരു വാക്ക് ഇവരുടെ നിഘണ്ടുവിലില്ല. പക്ഷെ അത്രയും ചെയ്തു കൊടുത്തതിന് എന്തെങ്കിലും ഒരു നല്ല കാര്യം അനുവിന് വേണ്ടി ചെയ്യണ്ടേ? അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഗോൾഡ് കോയിൻ കൊടുക്കുന്ന സമയത്ത് പോലും അവിടെ ഒരു വേർതിരിവാണ് കാഴ്ചവെച്ചത്. ആര്യനാണ് ഏറ്റവും നന്നായി ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അതുപോലെ തന്നെയാണ് രേവതിയുടെ ആ കഥാപാത്രം അനുമോൾ ചെയ്തത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യക്തികളെ ഇങ്ങനെയൊക്കെ ഒരുക്കിയെടുക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെടണം, എത്രമാത്രം ബുദ്ധിമുട്ട് വേണം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം ഈ ഒരു പെണ്ണിനെ ഈ രൂപത്തിൽ, ഈ ചെക്കനെ ഈ ഒരു പെണ്ണിൻ്റെ രൂപത്തിലാക്കിയെടുത്ത് കണ്ടോ, സാരി ഉടുപ്പിച്ചു കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് അനുവിൻ്റെ അടുത്ത് വന്നിരുന്ന് മേക്കപ്പ് ചെയ്യാൻ, കുത്തിത്തിരിപ്പ് ബിന്നിക്ക് വരെ എല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ടും ബിന്നിക്കൊരു നന്ദിയില്ല. ഒരു കോയിനാണ് അനുമോൾക്ക് കൊടുത്തിട്ടുള്ളത്. അനീഷേട്ടൻ എന്തായാലും അനുമോളെ കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അനുമോൾ എപ്പോഴും അനീഷിനെ ഇതേപോലെ തന്നെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അവിടെയുള്ള അത്രയും വ്യക്തികളെ അനുമോളാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു നന്ദി അവർക്ക് ആർക്കുമില്ല. അനുമോൾ എന്തോ ആയിക്കോട്ടെ, PR വർക്ക് ചെയ്തിട്ടോ അല്ലാതെയോ ടാസ്കിൽ ജയിക്കാനായിട്ടോ എല്ലാം ചെയ്തോട്ടെ. പക്ഷെ അതൊന്നും അല്ല ഇപ്പോൾ ഇവിടുത്തെ കാര്യം. പിന്നെ ഞാൻ അനുമോളെ പൊന്തിച്ച് പറയുകയല്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ, ഇന്നത്തെ ഈ ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അക്ബറിന് അതേപോലെ തന്നെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. അക്ബർ ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് വാ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അത്രയ്ക്കും അവളിനി ആരെന്ത് കാണിച്ചാലും ആ ഒരു മനസ്സിൽ അത് അവളെ വെക്കുന്നില്ല. അവളത് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പല വീഡിയോയുടെ ചുവട്ടിലും ഇങ്ങനെ ബാഡ് കമൻ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നതിനല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിനെ കൊണ്ടും പലരും പലതും പറയും. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിഷ്ടം അനുമോളെ തന്നെയാണ്, അതുപോലെ അനീഷിനെ ഇഷ്ടമാണ്. കാരണം അനുമോളൊക്കെ പറഞ്ഞാൽ പണ്ട് തൊട്ടേ അവരുടെ ആ ഒരു സ്റ്റാർ മാജിക് കണ്ട് ആ ഒരു ഇഷ്ടം നമുക്ക് വളർന്നു വന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും അന്നുള്ള ആ ഒരു സ്വഭാവം തന്നെയാണ് അവൾ ഇപ്പോഴും കാണിക്കുന്നത്. പക്ഷേ അതൊക്കെ ഇതെവിടെയൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ലേ എല്ലാം നടക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഒരാളെ കുറ്റം പറയുന്നത്? PR വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ബിന്നി 8 ലക്ഷത്തിന് മുകളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ബിന്നി കിടന്നിട്ട് കുന്നന്തേളിൻ്റെ കളി കളിക്കാൻ തുടങ്ങുന്നത്? വൃത്തിയായിട്ട സ്വഭാവമാണ് ബിന്നി കാണിക്കുന്നത്. എനിക്കിഷ്ടമില്ലാത്തൊരു കഥാപാത്രമാണ്. കണ്ടോ, ആര്യന് വേണ്ടി പാവാട കുടിപ്പിച്ചു കൊടുത്തത്.